ഹായ് എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ ഒളിമ്പ്യാഡ്സ്. സോ നിങ്ങളൊരു സയൻസ് എന്തൂസിയാസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള റൈറ്റ് ടൈമാണ്. നമ്മളുടെ ഒളിമ്പ്യാഡ് എക്സാംസിന്റെ സയൻസ് ഒളിമ്പ്യാഡ് എക്സാംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അതിന്റെ സെന്റർ രജിസ്ട്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ നോക്കാം. സോ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ജൂനിയർ സയൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 8 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസിനുള്ള എക്സാം ആണ്. സോ നിങ്ങൾ സയൻസിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും എഴുതി നോക്കാവുന്ന ഒരു എക്സാം ആണ് നമ്മുടെ NSC-JS. അതുപോലെ തന്നെ 10 മുതൽ 12 വരെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് NSC ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആസ്ട്രോണമി ഒക്കെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ നമുക്ക് NSC-JS എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിന് മുന്നേ നമുക്ക് സയൻസ് ഒളിമ്പ്യാഡിന്റെ ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡിന്റെ ഏതൊക്കെ സ്റ്റേജസ് ഉണ്ട്, എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള NSE നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ. സോ ഇത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആസ്ട്രോണമി സബ്ജക്ട്സിലും അതുപോലെ നമ്മളെ ജൂനിയർ സയൻസ് 8 മുതൽ 10 വരെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ജൂനിയർ സയൻസ് ആയിട്ട് ഒരു എക്സാം നടക്കുന്നുണ്ട്. സോ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് നമ്മളുടെ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് INO. അതും നമ്മൾ ഈ പറഞ്ഞ അഞ്ച് സബ്ജക്ട്സിലും എന്താണ് ഡിഫറെന്റ് എക്സാംസ് ആയിട്ട് നടക്കുന്നതാണ്. ദെൻ തേർഡ് സ്റ്റേജ് ഈസ് ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്. സോ ഇത് നമ്മളുടെ ഫൈനൽ സ്റ്റേജ്, ഓൾമോസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് ആണെന്ന് പറയാം. സോ ഇവിടെയാണ് ഫൈനലി എത്ര സ്റ്റുഡൻസ് ആണ് ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സിന് പോകുന്നത് എന്ന് കൺഫേം ആവുന്നത്. സോ ഒരു 6 സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ഒളിമ്പ്യാഡ്സിന് പോകുന്നത്. സോ കഴിഞ്ഞ നമ്മുടെ ജൂലൈ മന്തിൽ തൊട്ട് മുന്നത്തെ വർഷത്തെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മളുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് നല്ല റാങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതിനുശേഷം ഒരു പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടാവും. സോ ഈ ക്യാമ്പിൽ നമ്മളൊരു എക്സാം അല്ല, അവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സോ നമ്മളുടെ ഇന്ത്യയിലുള്ള നാഷണൽ ലെവലിലുള്ള ടോപ്പ് ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും. സോ ഫൈനൽ സ്റ്റേജ് ആണ് നമ്മളുടെ പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്. സോ ഇതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ട്രൈ ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ NSC ആണ്. സോ നമ്മൾ ഏതൊരു എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിലും വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആണ് NSC. സോ നമുക്ക് NSC ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ NSC നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ജൂനിയർ സയൻസ് is for secondary school students. നമ്മൾ പറഞ്ഞതുപോലെ 8 മുതൽ 10 വരെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണ് ഈ എക്സാം. ദെൻ യൂഷ്വലി കണ്ടക്ടഡ് ഇൻ ദ എൻഡ് ഓഫ് നവംബർ. സോ നവംബർ ലാസ്റ്റിലേക്കൊക്കെയാണ് ജനറലി ഈ എക്സാം നടക്കാറ്. സോ നമുക്കിപ്പോൾ ഓഗസ്റ്റ് മുതൽ ഒരു 4ഓളം മാസം ഉണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. ദെൻ കണ്ടക്ടഡ് ബൈ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ IAPT ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ NSC ഫസ്റ്റ് സ്റ്റേജ് ഒളിമ്പ്യാഡ് എക്സാംസിനുള്ള ഫസ്റ്റ് സ്റ്റേജ് കണ്ടക്ട് ചെയ്യുന്നത്. ഫർദർ ആയിട്ടുള്ള സ്റ്റേജുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ HBCSE ആണ്. സോ നമ്മുടെ മാത്ത് ഒളിമ്പ്യാഡ്സ് ആണെങ്കിലും സയൻസ് ഒളിമ്പ്യാഡ്സ് ആണെങ്കിലും സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഫർദർ സ്റ്റേജുകളൊക്കെ HBCSE ത്രൂ ആണ് നടക്കുന്നത്. ദെൻ മോർ ദാൻ ഒരു 80,000+ സ്റ്റുഡൻസ് ഈ ഒളിമ്പ്യാഡ് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്. ആൻഡ് ഒരു 1,500+ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ സ്കൂളുകളും സെന്റർ ആയിട്ട് വരണമെന്നില്ല, നമുക്ക് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു സ്കൂൾ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് NSC-JS 2024 നമ്മൾ ഈ വർഷം വരാൻ പോകുന്ന ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിന്റെ സെന്റർ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ് സെന്ററുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂൾസിൽ അന്വേഷിക്കാം. അതായത് ഈ വർഷം സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്, NSC-JS-ന് സെന്റർ ആവുന്നുണ്ടോ, സെന്റർ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് സ്റ്റുഡന്റ് എൻറോൾമെന്റ്. സോ ആ ടൈമിലാണ് സ്റ്റുഡൻസിനുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ 300 rupees ആണ് എന്ത് ചെയ്യുന്നത് പെർ ഹെഡ് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിന് ഒരു സബ്ജക്റ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. സോ NSC-JS ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുക. അതുപോലെ NSCP, NSCC ഒക്കെ മറ്റ് സബ്ജക്റ്റുകളാണ്. സോ ഒരു സ്റ്റുഡൻറ്റിന് പെർ എക്സാം 300 rupees ആണ്. ദെൻ കണ്ടക്ടഡ് അറ്റ് സ്കൂൾസ് നിയർ യു, നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളുകളിലായിരിക്കും ഉണ്ടാവുക. സോ ഒരു 1,500+ സെന്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ മിക്കവാറും എന്താണ്ടാവും സെന്റേഴ്സ് ഉണ്ടാവേണ്ടതാണ്. സോ 2 hours 2 മണിക്കൂറാണ് ഈ എക്സാം ഉണ്ടാവുക. അതുപോലെ 60 ചോദ്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. സോ ജനറലി ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് നേറ്റീവ് ലാംഗ്വേജസിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ജനറലി ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജസിലാണ് നമ്മൾ എക്സാം ഉണ്ടാവുക. സോ എക്സാം ഡേറ്റ് ആൻഡ് ടൈം നോക്കിയാൽ ഈ വർഷം നവംബർ ലാസ്റ്റ്, നമ്മൾ പറഞ്ഞതുപോലെ നവംബർ 24-നാണ് NSC-JS എക്സാം നടക്കുന്നത്. സോ ഉച്ചയ്ക്ക് ശേഷം 2:30 PM to 4:30 PM ആണ് നമ്മുടെ എക്സാമിന്റെ ടൈമിംഗ്. അതായത് 2 hours ആണ് നമ്മളുടെ എക്സാം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എലിജിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ആർക്കൊക്കെ എലിജിബിൾ ആണ്. നമ്മൾ പറഞ്ഞു 8 മുതൽ 10 വരെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്.
but must be eligible to hold an Indian passport. And then date of birth between Jan 1, 2010 and December 2011, December 31st, 2011. So ഇതായിരിക്കണം നമ്മളുടെ ബർത്ത് ഡേറ്റ്. Then must be residing and studying in India since 30 November 2022. So ഈ ഒരു ഡേറ്റിന് ശേഷം ഇന്ത്യയിൽ പഠിക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഒരു ഇന്ത്യൻ സ്കൂൾ സിസ്റ്റത്തിൽ പുറത്ത് പഠിക്കുന്നവരാണെങ്കിൽ ഒരു ഇന്ത്യൻ സ്കൂൾ സിസ്റ്റത്തിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കണം. Then must not have completed class 10 board examination earlier than 30 November 2024. സോ ഈ വരുന്ന നവംബർ 30ക്ക് മുന്നേ 10th എക്സാംസ് ക്ലിയർ ചെയ്യുന്നവരാവരുത്. സോ അതിനുശേഷം 10th എക്സാം അപ്പിയർ ചെയ്യുന്നവരായിരിക്കണം ഇൻ കേസ് 10th സ്റ്റുഡൻസ് ആണെങ്കിൽ. ആൻഡ് മസ്റ്റ് നോട്ട് ബി അപ്പിയറിംഗ് ഇൻ എനി ഓഫ് NSEA B, C or P. അതായത് നമ്മളുടെ 12 വരെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ആസ്ട്രോണമി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് സബ്ജക്ട്സിലൊക്കെ അവർക്ക് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻസ് ഉണ്ട്. സോ ജൂനിയർ സയൻസിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് അപ്ലൈ ചെയ്യുന്നവരായിരിക്കരുത്. സോ നമുക്ക് ഫർദർ ആയിട്ടുള്ള കാര്യം നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. സോ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു 60 ക്വസ്റ്റ്യൻസ് ആണ്, 2 മണിക്കൂറാണ് സമയം എന്നുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നോക്കാം. 2 സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. സോ സെക്ഷൻ എയിൽ വരുന്നത് 48 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് 1 ആൾട്ടർനേറ്റീവ് കറക്റ്റ്. സോ 48 ചോദ്യങ്ങൾ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 1 കറക്റ്റ് ആയിരിക്കും. സോ കറക്റ്റ് ആൻസറിന് നിങ്ങൾക്ക് +3 മാർക്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ -1 പെനാൽറ്റി ഉണ്ട്. സോ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാം ആണ് നമ്മളുടെ NSCJS. ദെൻ അത് കഴിഞ്ഞ് സെക്ഷൻ B, ഓൾറെഡി 48 ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിൽ കഴിഞ്ഞു. സോ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാം സെക്ഷൻ ബിയിലുള്ളത്. കുറച്ചും കൂടെ അധികം മാർക്സ് ഉള്ള സെക്ഷൻ ആണ്. സോ അവിടെ 12 ചോദ്യങ്ങളാണുള്ളത് ആൻഡ് വിത്ത് 1 or more than 1 കറക്റ്റ്. സോ ഈ ഒരു സെക്ഷനിൽ നമുക്കിപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ അതിലധികമോ എന്താവാം, കറക്റ്റ് ആൻസർ ആവാം. ഇപ്പോൾ ഇൻ കേസ് A and B ആവാം, അല്ലെങ്കിൽ ABCD ആവാം, അല്ലെങ്കിൽ C and B ആവാം. അതുപോലെ ഏതൊക്കെ പാറ്റേൺസ് വരാൻ പറ്റുമോ അങ്ങനെ ആവാം. പക്ഷെ അതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ കറക്റ്റ് ആൻസേഴ്സും മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് കിട്ടുള്ളൂ, മാർക്സ് കിട്ടുള്ളൂ. ടു ഗെറ്റ് ക്രെഡിറ്റ് all the correct options and no incorrect. സോ എല്ലാ കറക്റ്റ് ഓപ്ഷൻസും നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സെക്ഷനിൽ മാർക്സ് കിട്ടുള്ളൂ. ആൻഡ് ടോട്ടൽ മാർക്സ് ഓഫ് ദ എക്സാമിനേഷൻ. സോ ഈ എക്സാമിനേഷൻ 216 ആണ് ഈ എക്സാമിനേഷന്റെ ടോട്ടൽ മാർക്സ് വരുന്നത്. സോ നമുക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സിലബസ്. സോ നമ്മൾ പറഞ്ഞു 8 മുതൽ 10 വരെ സ്റ്റുഡൻസിനാണെന്ന്. സോ ബേസിക് മാത്തമാറ്റിക്കൽ ഐഡിയാസ് ആൻഡ് ഓപ്പറേഷൻസ് ടോട്ടൽ ക്ലാസ് 10 അണ്ടർ ദ ഫോളോയിങ് ടോപ്പിക്സ് ഈസ് എക്സ്പെക്റ്റഡ്. സോ 10 വരെയുള്ള മാത്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഐഡിയാസ്, ഓപ്പറേഷൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ സിലബസിൽ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്? പോളിനോമിയൽസ്, ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, നമ്പർ സിസ്റ്റംസ്, ട്രയാങ്കിൾസ്, ട്രിഗണോമെട്രി, സർക്കിൾസ്, സർഫസ് ഏരിയ, വോളിയം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഇത് കണ്ടിട്ട് നിങ്ങളൊരു മാത്സ് ഒളിമ്പ്യാഡ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. സോ ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസിൽ നമുക്ക് ഒരുപാട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. സോ അതിനു വേണ്ടി നമുക്ക് ഈ മാത്സിലുള്ള ഒരു ബേസിക് ഐഡിയാസ് നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇൻ അഡീഷൻ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. സോ 8ാം ക്ലാസ് മുന്നേ വരെയുള്ള സയൻസ് ആൻഡ് മാത്സിന്റെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സിലബസ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നൊന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓൺ മാറ്റർ, നാച്ചർ ആൻഡ് ബിഹേവിയർ. ദെൻ കെമിക്കൽ സബ്സ്റ്റൻസസ്, അതിന്റെ നാച്ചർ ആൻഡ് ബിഹേവിയർ. സോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ്. പിന്നെ ഓർഗനൈസേഷൻ ഇൻ ദ ലിവിംഗ് വേൾഡ്. സോ ഓർഗനൈസേഷൻ ഇൻ ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെല്ല് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ലൈഫ് പ്രോസസ്സസ്, പിന്നെ മോഷൻ, ഫോഴ്സ്, വർക്ക്. സോ മോഷനൊക്കെ നമ്മൾ ക്ലാസ് 9 പഠിക്കുന്ന ടോപ്പിക്കാണ്. അതുപോലെ ഫോഴ്സ്, വർക്ക്, പിന്നെ എഫക്ട്സ് ഓഫ് കറണ്ട്. സോ കറണ്ട്, ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ലൈറ്റിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് നമ്മുടെ ലെൻസുകൾ അല്ലെങ്കിൽ മിറർ ഫോർമുല, മിറേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ അവർ എൻവയോൺമെന്റ്, പിന്നെ നാച്ചുറൽ റിസോഴ്സസ്. സോ അതിൽ കൂടുതലും സോഴ്സസ് ഓഫ് എനർജി കാര്യങ്ങളൊക്കെയാണ് വരിക. ദെൻ ഫുഡ് പ്രൊഡക്ഷൻ. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള 10 ടോപ്പിക്സ്. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കിലും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സബ്ജക്ട്സ് ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ടോപ്പിക് എന്നുള്ളത് നമ്മൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സോ നിങ്ങൾ അതിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ ആർ ദർ എനി സർട്ടിഫിക്കറ്റ്സ് ആൻഡ് അവാർഡ്സ്. സോ നമ്മൾ ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് അതിൽ സർട്ടിഫിക്കറ്റ്സോ അവാർഡ്സോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. So report card will be generated to all the candidates above MAS and can be downloaded from the official website. So നമ്മളുടെ എക്സാം, ഏതൊരു എക്സാമിന് നമുക്കൊരു മിനിമം പാസ് പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ. സോ ഇതിൽ നമുക്കൊരു MAS, മിനിമം അഡ്മിസിബിൾ സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോർ വരും. സോ ആ സ്കോറിന് എബവ് മാർക്സ് ഉള്ളവർക്കൊക്കെ റിപ്പോർട്ട് കാർഡ് നമ്മൾ ഒളിമ്പ്യാഡ് എക്സാംസിന്
എഴുതിയിട്ടുള്ള എക്സാമിന്റെ റിപ്പോർട്ട് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദെൻ സർട്ടിഫിക്കറ്റ്സ് ആർ ഗിവൺ ടു ദ ടോപ്പ് 10% സ്റ്റുഡൻസ് ഓഫ് എവരി സെന്റർ. സോ നിങ്ങൾ ഏത് സെന്ററിൽ നിന്നാണ് എഴുതുന്നത് അവിടെ ടോപ്പ് 10 സ്റ്റുഡൻസിന് എന്താണ് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അതിന്റെ ഹയർ സ്റ്റേജ് നോക്കിയാൽ മെറിറ്റ് സർട്ടിഫിക്കറ്റ്സ് ആർ അവാർഡഡ് ടു ടോപ്പ് 1% സ്റ്റുഡൻസ് ഇൻ സ്റ്റേറ്റ്. സോ സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ ടോപ്പ് 1%ന് മെറിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. അതുപോലെ സ്പെഷ്യൽ മെറിറ്റ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രൈസ് വിൽ ബി അവാർഡഡ് ടു നാഷണൽ ടോപ്പ് 1%. സോ നാഷണൽ ടോപ്പ് 1%ന് സ്പെഷ്യൽ മെറിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ OC SC അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഗോൾഡ് മെഡൽസും അവാർഡ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഓവറോൾ ആയിട്ട് നോക്കിയാൽ ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലെങ്കിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാം ആണ് NSC-JS. സോ നിങ്ങൾ 8, 9 ക്ലാസ്സിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ 10ലെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ്. സോ 21 മുതലാണ് നമ്മളുടെ സ്റ്റുഡൻറ് എൻറോൾമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സെന്റേഴ്സിൽ നിങ്ങളുടെ സ്കൂൾസിലൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം, അതായത് സെന്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സോ നിങ്ങൾ സയൻസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ NSC-JSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും നമ്മളെ ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.